എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ കൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതുപോലെ നല്ലൊരു കപ്പ തോരൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് കപ്പ വേവിച്ച് വെച്ചേക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, പത്തലമുളക്, കറിവേപ്പില. ഇത് ചട്ടി വെച്ച് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായപ്പോൾ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലയും പത്തലമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഒത്തിരി അങ്ങ് വാടി പോകണ്ട, ഒരു മീഡിയം ടൈപ്പിലൊന്ന് വാടി കിട്ടിയാൽ മതി. തുള്ളി ഉപ്പുപൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കാം. ഈ ടൈപ്പിലൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടി ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയും കൂടി ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാത്ത രീതി നോക്കണം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഉടഞ്ഞു പോകില്ല കപ്പ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെയും കൂടെയും അല്ലാതെ തൈര് കൂട്ടിയാണെങ്കിലും നല്ല കട്ട തൈര് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കപ്പയൊക്കെ വീട്ടിൽ മേടിക്കുന്ന സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.